മുരിങ്ങയിലയും കോഴിമുട്ടയും കൊണ്ട് നല്ലൊരു തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവോള ചെറുതായി കൊത്തിയരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ മുരിങ്ങയിലയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. എങ്ങനെയാണെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇനി നന്നായി മിക്സായി വന്നതിന് ശേഷം ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഈ ഒരു മിക്സ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയും മുരിങ്ങയിലേക്ക് തന്നെ നന്നായിട്ട് വിട്ട് വരുന്ന ഈ ഒരു പരുവത്തിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി എന്തായാലും ട്രൈ ചെയ്യണേ.